നമസ്കാരം. ഞാൻ MS ഫൈസൽ ഖാൻ. ഞാൻ നിംസ് മെഡിസിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ആദ്യമേ ഞാൻ കെ-ഫോൺ സംരംഭകരെ, പ്രത്യേകിച്ച് കേരള സംസ്ഥാന സർക്കാരിനെ ആദ്യമേ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. 2 പതിറ്റാണ്ടായി നെയ്യാറ്റിൻകരയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിംസ് മെഡിസിറ്റിയുടെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വളരെയധികം സ്ട്രഗിളിൽ കൂടിയാണ് ഓരോ ടെക്നോളജിയും അല്ലെങ്കിൽ ഓരോ ഇംപ്ലിമെൻറ്റേഷൻസും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഓരോ പ്രാവശ്യം സ്ട്രഗിൾ ചെയ്ത് വരുമ്പോഴും ഇലക്ട്രിസിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഇതാണെങ്കിലും ഒരു സംരംഭക മേഖലയിലെ തുടക്കമാണ് എൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും. അപ്പോൾ അങ്ങനെ വന്ന ഏറ്റവും മുന്നിൽ വന്ന ഒരു പ്രശ്നമായിരുന്നു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എന്നുള്ളത്. നമുക്കറിയാലോ, ഈ കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ വൈദ്യുതി, വെള്ളം, പാർപ്പിടം, അതുപോലെ തന്നെയായി ഇപ്പോൾ ഇൻ്റർനെറ്റും. ഇതുപോലുള്ളൊരു സംരംഭക മേഖലയിൽ, പ്രത്യേകിച്ച് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഈ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പോലും ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആദ്യം പോർട്ടൽ എൻട്രി ചെയ്യേണ്ടത് ഈ പറയുന്ന ഇൻ്റർനെറ്റിൽ കൂടിയാണ്. അതേപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും. അപ്പോൾ ഒരാൾ ഈ ലോകത്ത് ജനിക്കുമ്പോഴും ആൾ ഇവിടെ നിന്ന് വിട പറയുമ്പോഴും ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് വർക്ക് എന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ ഈ പറയുന്ന ഗവൺമെൻറ് പോർട്ടലിൽ എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടെലിമെഡിസിൻ, നമുക്കെല്ലാം അറിയുന്നതാണ് ടെലിമെഡിസിൻ ഫെസിലിറ്റിയെ പറ്റി, ടെലി കോൺഫറൻസിങ്ങിനെ പറ്റി. ഇപ്പോൾ തന്നെ വളരെയധികം ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഈ ഹോസ്പിറ്റൽസിൽ മറ്റു പല ഹോസ്പിറ്റലുമായിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഇമേജ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു MRI സ്കാൻ എടുക്കുന്നു, ഒരു CT സ്കാൻ എടുക്കുന്നു, അത് CT ബ്ലീഡ് ഉണ്ടോ, അതിനകത്ത് ഈ പറയുന്ന ഹെമറേജ് ഉണ്ടോ, അത് അറിയണമെന്നുണ്ടെങ്കിൽ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്ക് അയക്കേണ്ടി വരും. അവിടെ നിന്ന് കൃത്യമായ രീതിയിൽ തന്നെ എത്രയും ഹൈ എൻഡ് റെസൊല്യൂഷൻ ആണെങ്കിൽ പോലും അത് അയച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് CT ബ്ലീഡ് ഉണ്ടോ എന്ന് അത് തലയ്ക്കകത്ത്, മസ്തിഷ്കത്തിനകത്ത് ഈ പറയുന്ന ബ്ലീഡ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു ചെറിയ ജോബാണ്. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ 5 ഗ്രാം ചെയ്യുമ്പോഴേക്കും അതിനകത്തുള്ളത് ഈ ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി, OCT, ACR, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അതുപോലെ തന്നെ എല്ലാം ഈ നെറ്റ്വർക്ക് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ആ സമയത്ത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള, വളരെയധികം സ്റ്റഡി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടുന്ന ഒരു പാർട്ട്ണർ നമുക്ക് എപ്പോഴും കൂടെ വേണം. നമ്മൾ തന്നെ മറ്റ് 7-8 പാർട്ട്നേഴ്സിനെ കൊണ്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി സാധ്യമായി കൊണ്ടിരുന്നത്. ആ സമയത്താണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്വന്തം കെ-ഫോൺ ആരംഭിക്കുന്നതും അതിൻ്റെ വാർത്തകൾ എല്ലാം മാധ്യമങ്ങളിൽ കൂടി നിറയുന്നതും. കെ-ഫോണിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് താൻ്റെ നേതൃത്വത്തിൽ മാനേജ്മെൻറ്റിൻ്റെ മാർക്കറ്റിംഗ് ടീം ഫുള്ള് നിംസ് സന്ദർശിക്കുകയും ദ്രുതഗതിയിൽ തന്നെ ആ കെ-ഫോൺ ഇവിടെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. ഇപ്പോൾ മാസങ്ങളായി വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ഞാൻ പറയട്ടെ, വളരെയധികം പ്രൊഫഷണലായിട്ട് കേരളത്തിൻ്റെ സ്വന്തം കെ-ഫോൺ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നിംസിൻ്റെ ഈ ക്യാമ്പസിനകത്ത് തന്നെ 6ഓളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഹോസ്പിറ്റൽ, ഹാർട്ട് ഫൗണ്ടേഷൻ, ജിനോമിക്സിൻ്റെ റിസർച്ച് ലബോറട്ടറി. ഇവിടെയൊക്കെ തന്നെ നിരന്തരം പല ടെസ്റ്റുകളും സാമ്പിളുകൾ വരുന്നു. അവർക്ക് തിരികെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ റിസൾട്ട് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ ഡെൻ്റൽ കോളേജിനകത്താണെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നതും ഇതെല്ലാം സൂപ്പർവിഷൻ പോലും ഇപ്പോൾ ഈ പറയുന്ന ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൂടിയാണ്. അപ്പോൾ കെ-ഫോൺ വളരെ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം സന്തോഷമെന്ന് പറഞ്ഞാൽ 1954 ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യമായി എൻ്റെ പിതാവ് നെയ്യാറ്റിൻകര സ്റ്റാർട്ട് ചെയ്യുന്നത്. ITI ആണ്. അന്ന് ഫാദർ പറയാറുണ്ട്, 54 ആദ്യമായിട്ട് ട്രാൻസ്ഫോമർ, സ്വകാര്യ മേഖലയിൽ ട്രാൻസ്ഫോമറും HT കണക്ഷനും കൊണ്ടുവന്നത് ഫാദറാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി 2024 കെ-ഫോൺ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചപ്പോഴും ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞെന്നുള്ളത് വലിയൊരു ഭാഗ്യമായാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ മറ്റ് ക്യാമ്പസുകൾ, ഇപ്പോൾ നൂറുൽ ഇസ്ലാം സർവകലാശാല, നിഷ് കന്യാകുമാരി എന്ന ഡീംഡ് സർവകലാശാലയിൽ 6000-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അവിടെയും ഇത് പറയുന്ന കണക്ക് ടെലി കോൺഫറൻസിങ്ങും അതുപോലെ തന്നെ ഗ്രൂപ്പ് കോൺഫറൻസിങ്ങും വർക്ക്ഷോപ്പും എല്ലാം തന്നെ വെർച്വലിൽ കണ്ടക്ട് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 16ഓളം വിദേശ സർവകലാശാലകളുമായിട്ട് പാർട്ട്ണർ ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നിഷ് കന്യാകുമാരി. അവിടെയൊക്കെ തന്നെ ഞങ്ങൾ കെ-ഫോൺ അപേക്ഷിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഇനിഷ്യേറ്റീവുകളിൽ ഒന്നായിട്ട് ഞാൻ ഈ കെ-ഫോണിനെ കാണുകയാണ്. സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള സംസ്ഥാനം അഭിമാനിക്കുന്നു. നെയ്യാറ്റിൻകരയിലെ നിവാസികളോടൊപ്പം ഞാനും ഈ പറയുന്ന ഈ വലിയൊരു വിജയത്തിൽ പങ്കുചേരുന്നു. നമസ്കാരം.